ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ISL മാച്ചസ് എങ്ങനെ ലൈവായിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോ നിലവില് കഴിഞ്ഞ സീസണിലൊക്കെ ഇതിന്റെ റേറ്റ് ഉള്ളത് നമ്മുടെ ജിയോക്കായിരുന്നു. പക്ഷെ ഈ ഒരു സീസൺ മുതൽ ഫാൻ കോഡ് ഇതിന്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുതൽ ജിയോ സിനിമയുടെ ആപ്പിൽ നമുക്ക് കളികൾ കാണാൻ പറ്റില്ല, പകരം ഫാൻ കോഡിന്റെ ആപ്പിലായിരിക്കും കളികൾ കാണാൻ വേണ്ടി പറ്റുക. അതും നമുക്ക് ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് മാച്ചസ് കാണാൻ പറ്റണം എന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇത് പല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസ് ഇവര് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ മാച്ചും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം എന്നുള്ളതാണ്. ഏകദേശം 9 മുതൽ 25 രൂപ വരെ ആയിരിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ടീം പാസ് മേടിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ടീമിന്റെ പാസ് വാങ്ങി കഴിഞ്ഞാൽ ആ ഒരു ടീമിന്റെ എല്ലാ മാച്ചസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഏകദേശം 149 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇനി ഈ എല്ലാ മത്സരങ്ങളും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സീസൺ പാസ് അവൈലബിൾ ആണ്. ഏകദേശം 299 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള 3 രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ ഫാൻ കോഡിന്റെ ആപ്പിൽ മാച്ചസ് കാണാനുള്ള ഒരു അവൈലബിലിറ്റി ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ഏഷ്യ മൂവീസിലൊക്കെ നമ്മുടെ ലൈവ് ISL മാച്ചസ് കണ്ട ഇതുപോലെ ടിവിയിൽ കാണാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് നിലവിന് ഇതിന് തീരുമാനമായിട്ടില്ല. കാരണം ഫാൻ കോഡ് എന്ന് പറയുന്ന ഒരു ടീമിന് അവർക്ക് ഒരു ചാനലില്ല. ഒരു നിലവില് സോണിയുമായിട്ട് ചർച്ചകൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നുണ്ട്. സോണി തന്നെയായിരിക്കും ആ ഒരു ചാനലിന്റെ ആക്സസ് ഫാൻ കോഡിന്റെ കയ്യിൽ നിന്ന് എടുക്കാൻ സാധ്യതയുള്ളത്. ഈ സോണിയില് നമ്മുടെ ഇംഗ്ലീഷും ഹിന്ദിയാണ് കോമൺ ആയിട്ട് വരുന്ന ലാംഗ്വേജുകൾ, മലയാളമില്ല. പക്ഷെ എല്ലാ സീസണിലും മലയാളം ഉള്ളതുകൊണ്ട് ഈ സീസണിലും ഇത്തരത്തിലുള്ള ഒരു മലയാളം ചാനലുമായുള്ള ടൈപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നിലവിൽ ഇതിന്റെ ഒഫീഷ്യലായിട്ട് ഒന്നും എത്തിയിട്ടില്ല. അപ്പോ ഫാൻ കോഡിന്റെ ആപ്പിൽ നിങ്ങൾക്ക് കളി കാണാം. ബാക്കി നമ്മുടെ ടിവിയിൽ ഏതൊക്കെ ചാനലിലാണ് ഇതിന് ആക്സസ് ഉള്ളത് എന്നത് നിലവിൽ തീരുമാനമായിട്ടില്ല. അപ്പോ അത്തരത്തിലൊരു കൺഫർമേഷൻ കിട്ടിയാൽ തീർച്ചയായും നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഫാൻ കോഡിന്റെ ആപ്പിലായിരിക്കും ഇക്കൊല്ലത്തെ ISL മാച്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ KBFCയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.